കൃഷ്ണാനന്ദ ഇവിടെ നിൽക്കുന്നത് മിക്സഡ് ഫീലിങ്സ് ആണ്. നിങ്ങൾക്കറിയായിരിക്കും, ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് എഗോ എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ചൊരു ചെറിയൊരു ആക്സിഡൻറ്റ്. അതിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാണ്ട് ആൾ ഫുള്ളി റിക്കവേർഡാന്ന് പറയാം. ഈ ഒരു ദിവസത്തിൽ വില്ലാൻ ട്രസ്റ്റിനെ പറ്റി ഇതിലും കൂടുതൽ ശക്തിയായിട്ട് പറയാനായിട്ട് എനിക്ക് വേറെ ഇതില്ല. കാരണം ഒരു മൊമെൻറ്റിൽ എന്താണ് മുമ്പിൽ എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വേറൊന്നും സംഭവിച്ചില്ല, ദൈവാനുഗ്രഹം. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് മുമ്പിലേക്ക് വന്നു. ഇൻ കേസ് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഹീ ഈസ് ദ ഓൺലി വൺ ഹു ഈസ് ഏർണിംഗ് മെമ്പർ ഇൻ അവർ ഫാമിലി, എന്ത് സംഭവിക്കും? യു ഓൾ നോ ദാറ്റ് ഇൻ US ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. H1 വിസയിൽ വരുമ്പോൾ എത്ര കാലം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കാൻ പറ്റും? അങ്ങനെ കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഹെൽത്ത് വൈസ് മാത്രമല്ല ഫിനാൻഷ്യലിയും കുറേ പ്രശ്നങ്ങൾ. അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഹെൽത്ത് കണ്ടീഷൻ ആ പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇഫ് സംതിങ് ഹാപ്പൻസ് ടു യു, നിങ്ങളുടെ ഫാമിലിയുടെ ഭാവി എന്തായിരിക്കും? ഈ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിൽ സോറി, ബട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ, തിങ്ക് അബൌട്ട് യുവർ കിഡ്സ് ഫ്യൂച്ചർ, തിങ്ക് അബൌട്ട് യുവർ ഫാമിലി. എന്തായാലും അതിൻ്റെ ഒരു സ്റ്റെപ്പ് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിവിടെ ഒരു ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. അതെൻ്റെ മോളാണത് ഡ്രോ ചെയ്യുന്നത്. നിത്യരാജ്, നിത്യനെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. വി വിൽ ഡു ദ റെസ്റ്റ് വിത്ത് ഹർ. ബട്ട് please think about your family, think about your future, do the needful. Thank you.